ഈ ആൻറ്റിബയോട്ടിക് കഴിക്കാനുള്ള ഏറ്റവും പുതിയ ഇൻഡിക്കേഷൻ എന്താണെന്നറിയോ? നാളെ സ്കൂളുണ്ട്. അതെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷനാണ് ആൻറ്റിബയോട്ടിക് തുടങ്ങാൻ. നാളെ സ്കൂളുണ്ട്, നാളത്തേക്ക് പനി പറയണം. നമ്മുടെ കൊച്ചു നമ്മുടേതാണ്, അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാ പനിക്കും ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പനികളിൽ 70% വൈറൽ ഫീവറാണ്. ഈ വൈറൽ ഫീവറിന് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് കൊച്ചിന് പനിയാണെങ്കിൽ നാളെ ലീവ് എടുക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനേക്കാളും വലുതായിട്ട് യാതൊരു കാര്യമില്ല. 15, 16, 17 വയസ്സാകുമ്പോൾ സ്കൂൾ കഴിയും, പിന്നെ അവർക്ക് ജീവിക്കാനുള്ളതാണ്. അവർക്ക് ഇനിയും ജീവിക്കുമ്പോൾ അവർക്ക് 50, 60 വയസ്സാവും. ആ സമയത്ത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് എഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ ഈ 8ലും 9ലും 10ലും പഠിക്കുമ്പോൾ 10 തവണ പനി വരുമ്പോൾ ഓരോ തവണ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ആ കുട്ടി +2 പാസ്സാവും നല്ല മാർക്കോടെ. ചിലപ്പോൾ അവൻ നല്ലോണം പഠിക്കുകയും കൂടെ ചെയ്താൽ, പക്ഷേ ഭാവിയിൽ അവരോട് നിങ്ങൾ ചെയ്യുന്നൊരു ഉപദ്രവമായിരിക്കും അത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്ലീസ് പനി ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയില്ല. ഡോക്ടറെ കണ്ട് ഡോക്ടർക്ക് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ബാക്ടീരിയൽ ഫീവർ ആണെന്ന് തോന്നിയാൽ, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലൊക്കെ മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക. അല്ലാതെ നാളെ സ്കൂളിൽ പോകണമെന്നുള്ളതോ നാളെ ജോലിക്ക് പോകണമെന്നുള്ളതോ ആൻറ്റിബയോട്ടിക് തെറാപ്പി എടുക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ല. അത് ആദ്യം ആളുകൾ മനസ്സിലാക്കുക കേട്ടോ.